ഇതാണ് ബേക്കൽ ഫോർട്ടിലോട്ട് പോകുന്ന കവാടം കേട്ടോ. ഇതാണ് ആ കവാടം. ഇതിൻ്റെ അകത്തോട്ട് പോകണം. അപ്പോൾ ഇത് കാസർഗോഡ് നിന്ന് വരുന്നത്, കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നത്. ഇതാണെങ്കിൽ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുന്നത് കേട്ടോ. ഗൈസ്, ഇത് ബേക്കൽ കോട്ടയിലുള്ള പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. ആ കാണുന്ന ബേക്കൽ ഫോർട്ടാണ്. ഇതിൻ്റെ അകത്തോട്ടാണ് നമുക്ക് കയറേണ്ടത്. മഴ വന്നില്ല, നന്നായി. മഴ വന്നാൽ നനി. റെയിൻകോട്ട് ഇടണം. ഇവിടുന്ന് അകത്തോട്ട് കയറണം. സ്മൈൽ പോകുന്നു. ഗൈസ്, കാസർഗോഡുള്ള ഈ ബേക്കൽ കോട്ടയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നായി അറിയപ്പെടുന്ന ഒരു കോട്ടയാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട. 40 ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു കോട്ടയാണ്. അപ്പോൾ നമ്മൾ കോട്ടക്കകത്തേക്ക് പോവാം. ഇവിടുന്ന് മുതൽ ചെറുതായിട്ടൊന്ന് മൈക്ക് പണി തന്ന കേട്ടോ. ഞാൻ പറഞ്ഞ വോയിസ് ഒന്നുമില്ല, മൈക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കവാടം. അകത്തോട്ട് കയറി ഉടനെ അവിടെ ഒരു ടെമ്പിള് കാണാം. മുഖ്യപ്രാണം എന്ന് പറഞ്ഞുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. അങ്ങനെ അകത്തോട്ടേക്ക് കടക്കാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് ഇന്ത്യക്കാരന്. ഫോറിനേഴ്സിന് 300. അപ്പം ആ പുറത്തുനിന്ന് എടുത്ത ടിക്കറ്റ് അകത്ത് ഇവിടെ ചെന്നിട്ട് ഈ കൗണ്ടറിൽ സ്കാൻ ചെയ്യാൻ കൊടുക്കണം. സ്കാൻ ചെയ്യാതൊന്നും അകത്തോട്ട് കയറ്റില്ല. ഗേറ്റിൻ്റെ അടുത്ത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. അതല്ലാതെ ടിക്കറ്റ് എടുക്കാതെ അകത്തോട്ട് കടത്തി വിടുകയും ചെയ്യില്ല. സോ ഇവിടുന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസാണ് ആ മുന്നിൽ കാണുന്നതൊക്കെ. ഈ ഡോഗ് ഉണ്ടല്ലോ, കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ കൂടെ ഇങ്ങനെ നടക്കും. കുറച്ച് നേരം എൻ്റെ കൂടെ നടത്തായിരുന്നു. പിന്നെ ഇവർ വന്നപ്പോൾ ഇവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അതായത് ഗേറ്റിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കോട്ടക്കകത്ത് അകത്തോട്ടുള്ള കവാടത്തിലേക്ക് കയറി അകത്തോട്ട് നടന്നുപോയി. മൈക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് എനിക്ക് ഇപ്പം പറയാൻ, വോയിസ് ഓവർ കൊടുക്കാനും കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മൈക്കുള്ളത് കൊണ്ട് സംസാരിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയിൽ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ മാക്സിമം ആയിട്ട് പോലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാം താറുമാറായി കോളായി.
അതിനെ ചുറ്റും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഞാൻ കയറുന്ന തൊട്ട് മുമ്പ് മഴയുണ്ടായിരുന്നു, പിന്നെ മഴ പോയി, വെയിൽ വന്ന്, അങ്ങനെ പിന്നെ അകത്തോട്ട് കയറി ഞാൻ. അങ്ങനെ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കൂടി നടന്നാൽ, അതായത് ഈ കവാടത്തിൽ അകത്തോട്ട് കയറിയ റൈറ്റ് സൈഡ് കൂടി നടന്നാൽ നല്ല നടപ്പാതയുണ്ട്. അപ്പം കോട്ടക്കകത്തോട്ട് കടലിൻ്റെ ഭാഗത്തോട്ടേക്ക് എത്താൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ പറയുന്നുള്ളത്, കൈ ചൂണ്ടിയിട്ട്. എന്നിട്ട് അവിടുന്ന് ഞാൻ മുന്നിലേക്ക് നടന്ന്, മുന്നിൽ അപ്പോൾ കാണാം മറ്റേ എന്താ അതിന് പറയുന്ന കുത്തേക്കുള്ള അതിൽ, അതാണല്ലോ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഈ കോട്ടക്കകത്തുള്ള കേട്ടോ. അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ട് ഞാൻ നടന്നു. ആ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ക്യാമറ ആംഗിൾ ഇങ്ങനെ ചുറ്റി കാണിച്ച്, എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടി ചുറ്റി കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ വ്യൂ പോയിൻ്റ് ലക്ഷ്യം വെച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗുഹ കണ്ടു. അപ്പോൾ ആ ഗുഹ ഒന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി തലേന്ന് വാലിലോട്ടേക്ക് മാറിയിട്ട് ഷൂട്ട് ചെയ്തു. തിരിച്ച് വീണ്ടും ഞാൻ ലക്ഷ്യസ്ഥാനം, അതായത് വ്യൂ പോയിൻ്റ് കയറാൻ വേണ്ടി ഞാൻ നടക്കുന്നു. ഓക്കെ, സോ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്ന് വരെ ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് നിന്നുണ്ടായിരുന്നു. കുറേ പേരെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഇങ്ങോട്ടേക്ക് എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നിരുന്നു. എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മേളിലോട്ടേക്ക് നടന്ന് കേട്ടോ. കുത്തേക്ക് ഈ ക്യാമറയിലൊരു കുത്ത തോന്നുന്നുണ്ട്, ശരിക്കും അത് കുത്തേക്കാണ് കേട്ടോ ഉള്ളത്. ഒരുവിധം മുട്ടുവേദന, നടുവേദന ഉള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടും കയറാൻ, എന്നാലും കുറേ പേര് കയറുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മേളിൽ കയറി. ഇതാണ് വ്യൂ പോയിൻ്റ് കേട്ടോ. ഈ കോട്ടയുടെ, ഈ ബേക്കൽ കോട്ടയുടെ വ്യൂ പോയിൻ്റാണിത്. ആ ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. ഇവിടെ കയറി കഴിഞ്ഞാൽ ഈ ബേക്കൽ കോട്ടയുടെ എന്തിന് പള്ളിക്കര ബീച്ച് വരെ സകലതും കാണാൻ പറ്റും ഇവിടുന്ന്. നല്ല സൈറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്, പച്ചപ്പായിട്ട്. നല്ല എന്താ പറയുക, വീഡിയോ ഫോട്ടോസ് എല്ലാം എടുക്കാൻ നല്ല ഒരു സൈറ്റ് സീനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പിന്നെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിസ്തരിച്ചു കൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത് കേട്ടോ. കാരണം ഞാൻ ആദ്യം മൈക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ വ്ളോഗാണിത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊന്നും മൈക്കില്ലാതെ ചെയ്തതാണ്. ഇത് പള്ളിക്കര ബീച്ചാണ് കേട്ടോ. നോക്കുക, ഞാൻ സൂം ചെയ്ത് എടുക്കുന്നുണ്ട്, എല്ലാവരും നോക്കണേ. ഇതല്ല, ഇതിലും കൂടുതൽ ഞാൻ സൂം ചെയ്യുന്നുണ്ട്. പള്ളിക്കര ബീച്ചാണ്. അപ്പോൾ ഈ ബീച്ചിനെ പറ്റിയിട്ടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണുള്ളത്. ഞാൻ അതും മിസ്സായി എനിക്ക്. അത് എന്താ പറഞ്ഞതെന്നുള്ളത് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ട് ഇപ്പം പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. പിന്നെ ശരിക്കും ബീച്ചിൽ അവിടെ കാണുന്നതിനേക്കാളും ആൾക്കാർ എനിക്ക് ബേക്കൽ കോട്ടയ്ക്കകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പം അതിൻ്റെ അകത്തുണ്ടാവും അങ്ങ് എന്താ പറയുക, ഈ എന്താ പറയുക, പാർക്ക് ഏരിയയിലൊക്കെ ഉണ്ടാവുക അകത്ത്. അങ്ങനെ അതുകൊണ്ട് സൂം ചെയ്തെടുത്താണ്. അങ്ങനെ പിന്നെ ഇവിടുന്ന് പതുക്കെ താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ. കാരണം ഇനിയും ബാക്കി കുറേ ഉണ്ട് കാണിക്കാൻ. ഞാൻ പതുക്കെ താഴെ ഇറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പ് ഞാൻ കൈ ചൂണ്ടി ഇങ്ങനെ കാണിക്കുകയാണ്. അത് അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാൽ അവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് മഴ പോയി. അപ്പോൾ ഗൈസ്, പിന്നെ ഇന്നിപ്പോൾ മഴ പിടിച്ചിട്ടുണ്ട്. മഴ പെയ്യായിരിക്കും. പെയ്ത പ്രശ്നമൊന്നുമില്ല, പെയ്യുന്ന പെയ്യട്ടെ. മഴ കുറച്ചില്ലെങ്കിൽ വേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കാട് പിടിച്ചെടുക്കാണ്. അതല്ല ക്ലിയർ ചെയ്താൽ എന്താ ഭംഗി ഉണ്ടാകുമായിരുന്നു. ഇനിയിപ്പം മഴയത്ത് വന്നതായിരിക്കും, എന്നാലും കാണാനും ഭംഗിയുണ്ട് അല്ലേ. ഇതും ഒരു വഴിയാണ്. ഇതിൻ്റെ അകത്തോട്ട് കടക്കാൻ പറ്റും. അങ്ങോട്ട് അവിടെയാണെന്ന് തോന്നുന്നു. എന്താ ഇതിൽ കാണാം, കടൽ, മീൻ പിടിക്കുന്നവരുണ്ട്.